നമസ്കാരം, എല്ലാവർക്കും എ പ്ലസ് അക്കാദമിയുടെ വീഡിയോ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലൂടെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിനെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എല്ലാവർക്കും മനസ്സിലാക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ സീസൺസ് അഥവാ ഋതുക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ടൈം കാൽക്കുലേഷന്റെ ഭാഗം എന്ത് ചെയ്തു നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. അതിൽ നമ്മൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങിയതിന് ശേഷം അതിലൂടെ കുറച്ചും കൂടി ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഞാൻ ഒരുപാട് എക്സാമ്പിൾ ചെയ്യാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവണം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് തന്നെ 30 മിനിറ്റിലേറെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കുറച്ച് എക്സാമ്പിൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ടൈം കാൽക്കുലേഷന്റെ അവസാനത്തെ നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് തിയറി ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ഞാൻ നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതോടുകൂടി എന്ത് ചെയ്തു നമ്മളെ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ത് ചെയ്തു ഇവിടെ അവസാനിക്കും. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തുടർച്ച എന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിലെയും ഫസ്റ്റത്തെ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കും. അഥവാ ഓരോ യൂണിറ്റ് ടെസ്റ്റ് നടത്തുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ബാക്കിയുള്ള ക്ലാസ്സുകളോട് കൂടെയൊക്കെ എന്ത് ചെയ്യുക നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിനോട് കൂടി നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ടൊക്കെ തന്നിരുന്നു അല്ലെ. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തും കേട്ടോ. അതൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് ഭാഗമാണ്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് എന്താണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അതുപോലെ തന്നെ എന്താണ് ഗ്രീനിച്ച് ടൈം ആൻഡ് ടൈം സോൺ അഥവാ ഗ്രീനിച്ച് സമയ മേഖലയും എന്താണ്. അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതുപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്താണ്. ഇത്തരത്തിലുള്ള 5 കാര്യങ്ങളോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ കോൺസെപ്റ്റിലോട്ട് പോകാം. എന്താണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഒന്നാമത്തെ കോൺസെപ്റ്റ് ആണ് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്ന് എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ എങ്ങനെയായിരുന്നു സമയനിർണ്ണയം നടത്തിയിരുന്നത് അല്ലെ. അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നില്ല ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു ക്ലോക്കോ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പൊ അവരൊക്കെ എങ്ങനെയായിരുന്നു സമയനിർണ്ണയം നടത്തിയിരുന്നത് അല്ലെ. നമ്മുടെ വീട്ടിലുള്ള വല്യപ്പന്മാര് അതുപോലെ തന്നെ വല്യമ്മമാരോടൊക്കെ വയസ്സായ ആളുകളോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ പറഞ്ഞു തരും എങ്ങനെയാണ് സമയനിർണ്ണയം നടത്തിയിരുന്നത് പണ്ടുള്ള ആളുകളൊക്കെ. അപ്പൊ അവർ പറഞ്ഞു തരും എന്താണ് സൂര്യന്റെ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ സൂര്യന്റെ സ്ഥാനം നോക്കിയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത് അവർ സമയനിർണ്ണയം നടത്തുക. അതുപോലെ തന്നെ സൂര്യന്റെ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എന്തുണ്ടായിരിക്കും നിഴലിന് അഥവാ നമ്മളെ നിഴലിന് എന്തുണ്ടായിരിക്കും ചേഞ്ചസ് വരും. നീളം കൂടും. ഒരു മുഴം നീളം വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം എന്നൊക്കെ ആയിരുന്നു എന്ത് പണ്ടുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നത്. അത്തരത്തിലാണ് എന്ത് ചെയ്തിരുന്നത് സമയനിർണ്ണയം നടത്തിയിരുന്നത്. അപ്പൊ ഇത്തരത്തിൽ സൂര്യന്റെ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ സണ്ണിന്റെ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സമയനിർണ്ണയം നടത്തുന്നതിന് പറയുന്ന പേരാണ് എന്ത് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. when the sun is vertically over the head it is noon എന്നാണ് എന്ത് ചെയ്യുന്നത് അവർ കൺസെപ്റ്റ് അവർ മനസ്സിലാക്കിയിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ തലക്ക് നേർ മുകളിൽ എത്തുന്ന സമയം 12 മണി എന്നാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കിയിരുന്നത്. ഇത്തരത്തിൽ സൂര്യന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ
സണ്ണിന്റെ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ സമയനിർണയം നടത്തുന്നതിനെ പറയുന്ന പേരാണെന്ത്? സമയനിർണയം നടത്തുന്നതിനെ പറയുന്ന പേരാണെന്ത്? ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സൂര്യന്റെ സ്ഥാനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? സ്ഥാനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സമയ നിർണയം നടത്തി പോരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സമയത്തിനെ പറയുന്ന പേരാണെന്ത്? ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് എന്താണ് ഗ്രീനിച്ച് ടൈം ആൻഡ് ടൈം സോൺ അഥവാ ഗ്രീനിച്ച് സമയവും സമയ മേഖലയും. എന്താണ് ഗ്രീനിച്ച് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഗ്രീനിച്ച് സമയത്തെ നമ്മൾ രണ്ടായിട്ട് വിളിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് അഥവാ 0 ഡിഗ്രി രേഖാംശ രേഖ. അതുപോലെ തന്നെ പ്രൈം മെറിഡിയൻ. പ്രൈം മെറിഡിയൻ എന്ന് തന്നെയാണ് ഇത് മലയാളത്തിലും ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ആൾസോ മലയാളം എന്ന് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് ടൈമിനെ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആൻഡ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്? നേരത്തെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, ടെക്സ്റ്റിൽ നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രീനിച്ച് ടൈം ആൻഡ് ടൈം സോൺ എന്നാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തത്. ടെക്സ്റ്റ് തുറന്നു നോക്കിയാൽ കാണാം. പക്ഷെ നേരത്തെ അവിടെ വരുന്ന ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്നാണ്. എക്സാമിന് വരിക ഇങ്ങനെയാണ്, പരീക്ഷയ്ക്ക് ചോദ്യം വരിക ഇങ്ങനെയാണ്: വൈ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഈസ് ആൾസോ നോൺ ആസ് ഗ്രീനിച്ച് ടൈം ആൻഡ് പ്രൈം മെറിഡിയൻ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ഞാൻ ടെക്സ്റ്റിൽ കൊടുത്തുള്ളത് ഗ്രീനിച്ച് ടൈം എന്നാണ് ഹെഡിങ് കൊടുത്തുള്ളത്. അപ്പൊ ഇനി അതിൽ കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഇതും ഹെഡിങ് ആയിട്ട് കൊടുത്തുള്ളത്. ശരിക്കും ഹെഡിങ് വരുന്നത് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് വരെ ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് 0 ഡിഗ്രി രേഖാംശ രേഖയെ ഗ്രീനിച്ച് സമയം എന്നും പ്രൈം മെറിഡിയൻ എന്നും എന്തുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വരാറുള്ളത്. അങ്ങനെ പരീക്ഷയ്ക്ക് ഒന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ, എന്താണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ ഗ്രീനിച്ച് ടൈം സമയം എന്നും പ്രൈം മെറിഡിയൻ എന്നും എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തിയറി എടുക്കാതെ എന്ത് ചെയ്തിട്ടുള്ളത് പ്രോബ്ലത്തിലേക്ക് ഫസ്റ്റ് തന്നെ പോയിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് 360 ലോങ്ങിറ്റ്യൂഡ് കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത് പറയുന്നത് നമ്മുടെ ഭൂമി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് ലോങ്ങിറ്റ്യൂഡ് കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത് പറയുന്നത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ നമ്മൾ സമയം കണക്കാക്കുന്നത് ഒരു രേഖ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും അല്ലെ. 0 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ രേഖയെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കറക്റ്റ് ഭൂമിയുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന രേഖയെ പറയുന്ന പേരാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് പ്രോബ്ലം ചെയ്തപ്പോൾ ഒന്നുകൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് 180 ഡിഗ്രിയും ഇവിടെ നിന്നിട്ട് 180 ഡിഗ്രിയും ആയിരിക്കും അല്ലെ. നമ്മുടെ ഭൂമിയുടെ കറക്റ്റ് മധ്യത്തിൽ കൂടി പോകുന്ന രേഖയാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഈ രേഖയെ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് അഥവാ 0 ഡിഗ്രി രേഖാംശ രേഖ എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ്. അതായത് നമ്മുടെ കറക്റ്റ് ഭൂമിയുടെ മധ്യത്തിൽ കൂടി നമ്മുടെ എർത്തിന്റെ കറക്റ്റ് സെന്ററിൽ കൂടി പോകുന്ന രേഖയെ പറയുന്ന പേരാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് അഥവാ 0 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലായിക്കാണും എന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലാവും. ആ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ചെയ്ത കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കും വ്യക്തമായിട്ട് മനസ്സിലായിക്കാണും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ അഥവാ 0 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മള് ഗ്രീനിച്ച് ടൈം അഥവാ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്? ഇനി നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. എന്തുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ ഗ്രീനിച്ച് ടൈം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്ക്, ഈ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ രേഖ കടന്നു പോകുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമിയുടെ സെന്ററിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതാണ് സ്ഥലം, ഏതാണ് ആ സെന്റർ എന്ന് പറയുന്നത്? അപ്പൊ ഈ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് കടന്നു പോകുന്നത് നമ്മുടെ UK എന്ന് കേട്ടിരുന്നോ? UK അഥവാ ബ്രിട്ടൻ എന്ന് നമ്മൾ കേട്ടിരുന്നോ? ബ്രിട്ടനിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഗ്രീനിച്ച് ടൈം എന്ന് അഥവാ ഗ്രീനിച്ച് സമയം എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനെ ഗ്രീനിച്ച് ടൈം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്?
അഥവാ ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടനിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ്, നന്നായി ശ്രദ്ധിച്ചോ, 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് UK അഥവാ ബ്രിട്ടനിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂടി കടന്നു പോകുന്നത് ആയതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്രീനിച്ച് ടൈം അഥവാ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഇനി നമ്മുടെ മേലാറ്റൂരിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും, മേലാറ്റൂർ രേഖ എന്ന് വിളിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേരി ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ മലപ്പുറം ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും, നമ്മള് മലപ്പുറം രേഖ എന്ന് നമ്മൾ വിളിക്കും. മനസ്സിലായോ? അപ്പൊ മനസ്സിലായോ എന്ന് ഒരു തമാശക്ക് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് അഥവാ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് കടന്നു പോകുന്നത് UKയിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ രേഖ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രീനിച്ച് ടൈം അഥവാ ഗ്രീനിച്ച് സമയം എന്ന് വിളിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡും എന്താണ് ഗ്രീനിച്ച് ടൈം എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇനി അടുത്താണെന്ത്, പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞാല് എന്താണ് പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ. ഇതാണ് നമ്മുടെ മാപ്പ് എന്ന് വിചാരിക്കും എല്ലാവരും അല്ലെ, നമ്മുടെ വേൾഡ് മാപ്പ് എന്ന് വിചാരിക്കും. അവിടെയൊക്കെ ഒന്നുണ്ടായിരിക്കും, ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് രാജ്യങ്ങൾ ഒന്നുണ്ടായിരിക്കും, ഇവിടെയും ഇവിടെയൊക്കെ ഒന്നുണ്ടായിരിക്കും രാജ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ നമ്മുടെ സമയം കണക്കാക്കുന്നത്, ഇവരൊക്കെ സമയം കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഇവരൊക്കെ അവരുടെ സമയ നിർണ്ണയം നടത്തുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, പ്രൈം മെറിഡിയൻ എന്ന് 0 ഡിഗ്രിയെ നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സമയ നിർണ്ണയം നടത്തുന്നത്. അതുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ, വൈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് അഥവാ 0 ഡിഗ്രി രേഖാംശ രേഖ ഈസ് ഓൾസോ കോൾഡ് ഗ്രീനിച്ച് ടൈം ആൻഡ് പ്രൈം മെറിഡിയൻ. കിട്ടോ? ആൻസർ ചെയ്യാൻ കിട്ടോ? എന്തുകൊണ്ടാണ് 0 ഡിഗ്രി രേഖാംശ രേഖയെ ഗ്രീനിച്ച് സമയമെന്നും പ്രൈം മെറിഡിയനും എന്നും വിളിക്കാനുള്ള കാരണം എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇത്രേ ഉള്ളൂ. 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, അത് എഴുതണം ആദ്യം. എന്താണ് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മധ്യത്തിൽ കൂടി, കറക്റ്റ് നമ്മുടെ ഭൂമിയുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന രേഖയായതിനാൽ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെ ഗ്രീനിച്ച് ടൈം എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാ ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് കടന്നു പോകുന്നത് ഏതിലൂടെയാണ്, ബ്രിട്ടനിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്ത് വിളിക്കുന്നു, ഗ്രീനിച്ച് ടൈം എന്ന് വിളിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈം മെറിഡിയൻ, എന്തുകൊണ്ടാണ് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ പല രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും സമയ നിർണ്ണയം നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ടാണ് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെ എന്ത് വിളിക്കുന്നത്, പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എനി ഡൗട്ട്സ്? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ നമ്മളെ രണ്ടാമത്തെ കോൺസെപ്റ്റ് കഴിഞ്ഞു. 2 കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ലോക്കൽ ടൈം, അതുപോലെ തന്നെ എന്താണ് ഗ്രീനിച്ച് ടൈം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത കോൺസെപ്റ്റിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞ ഭാഗത്ത് അല്ലെ, രണ്ടാമത്തെ കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ആ ഭാഗത്ത് നമ്മൾ പറയാൻ വിട്ടുപോയ സംഭവമാണ് എന്ത്, ടൈം സോൺ എന്ന് പറയുന്ന ഭാഗം അല്ലെ, അഥവാ സമയ മേഖല എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ടൈം സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇതാണ് നമ്മുടെ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് നമ്മൾ ഓൾസോ നോൺ ആസ് ഗ്രീനിച്ച് ടൈം ആൻഡ് പ്രൈം മെറിഡിയൻ അല്ലെ. 2 തരത്തിൽ വിളിക്കുന്നുണ്ട്. ഒന്നെന്താണ് ഗ്രീനിച്ച് സമയമെന്നും പ്രൈം മെറിഡിയനും. ഇത്തരത്തിലുള്ള 2 കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ അറിയപ്പെടുന്നുണ്ട് 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിനെ. അപ്പൊ ഈ ഗ്രീനിച്ച് ടൈമിന്റെ അടിസ്ഥാനത്തിൽ അഥവാ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മണിക്കൂർ വ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളെ ലോകത്തെ തിരിച്ചിട്ടുള്ളത്. ഇതിനെ പറയുന്ന പേരാണെന്ത്, ടൈം സോൺ എന്ന് പറയുന്നത് അഥവാ സമയ മേഖല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ
ഓരോ മണിക്കൂർ വ്യത്യാസമുള്ള അല്ലെ 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1 മണിക്കൂറായിരുന്നു. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 2 മണിക്കൂറായിരുന്നു. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറായിരുന്നു. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറായിരുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഓരോ മണിക്കൂർ വ്യത്യാസമുള്ള സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അഥവാ 24 മേഖലകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലോകത്തെ തിരിച്ചിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ടൈം സോൺ അഥവാ സമയ മേഖല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മണിക്കൂർ വ്യത്യാസമുള്ള 24 മേഖലകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലോകത്തെ തിരിച്ചിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേരാണെന്ത്? ടൈം സോൺ അഥവാ സമയ മേഖല എന്ന് പറയുന്നത്. നമ്മൾ വിട്ടുപോയതാണ്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ സ്റ്റാൻഡേർഡ് ടൈം, മാനക രേഖാംശം അഥവാ മാനക സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് ആണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ, സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ ഡിഗ്രി വ്യത്യാസങ്ങളും അല്ലെ. നമ്മൾ പറഞ്ഞത് തന്നെ പറയാണ്, മനസ്സിലാൻ വേണ്ടിട്ട് പറയാണ് കേട്ടോ. 1 ഡിഗ്രി വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആയിരിക്കും. 2 ഡിഗ്രി വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 മിനിറ്റ് ആയിരിക്കും. 3 ഡിഗ്രി വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആയിരിക്കും എന്ന് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മള് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വേണം, എന്നെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചോ, എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു രാജ്യമായിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ കണക്കാക്കണം. ഇതൊരു രാജ്യമായിട്ട് നമ്മൾ കണക്കാക്കണം. നമ്മൾ വലുതാക്കി എടുക്കല്ലേ. ഓക്കെ, ഇത് നമ്മൾ രാജ്യമായിട്ട് സങ്കല്പിക്കുകയാണ് കേട്ടോ. സങ്കല്പിച്ചാൽ മതി, തമാശക്കാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്? ഇതൊരു രാജ്യമായിട്ട് സങ്കല്പിച്ചു അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിലും പല ലോങ്റ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. ഒരു ലോങ്റ്റിറ്റ്യൂഡ് മാത്രമാണ് ഒരു രാജ്യത്തിലൂടെ കടന്നു പോകുക അല്ല, പല തരത്തിലുള്ള ലോങ്റ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ലോങ്റ്റിറ്റ്യൂഡ്സ് ഒരു രാജ്യത്തിലൂടെ കടന്നു പോകും. അപ്പൊ നോക്കാം, ഇത് രാജ്യമായിട്ട് സങ്കല്പിക്കാം. ഇതൊരു ലോങ്റ്റിറ്റ്യൂഡാണ്, 70 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡാണ്. ഇത് 71 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡാണ്. ഇത് 72 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡാണ്. ഇത് 73 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡാണ്. ഇത് 74 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡാണ് വിചാരിക്കുക. മനസ്സിലായോ? ഇത് രാജ്യമാണ്. ഈ രാജ്യത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പല ലോങ്റ്റിറ്റ്യൂഡ്സ് കടന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, തമാശയാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ ഒരു രാജ്യത്തിലൂടെ പല ലോങ്റ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഓരോ ലോങ്റ്റിറ്റ്യൂഡ്സ് കടന്നു പോകുന്ന സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 4 മിനിറ്റ് ആണ്. അതായത് ഈ 70 ഡിഗ്രി മുതൽ ഈ 71 ഡിഗ്രി വരെയുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ലോങ്റ്റിറ്റ്യൂഡ്സും ഈ ലോങ്റ്റിറ്റ്യൂഡും തമ്മിൽ വ്യത്യാസം എന്തായിരിക്കും? 4 മിനിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4 ആയിരിക്കും വ്യത്യാസം അല്ലെ. ഓരോ ലോങ്റ്റിറ്റ്യൂഡ്സ് എന്തുണ്ടായിരിക്കും? 4 മിനിറ്റ് എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ശ്രദ്ധിച്ചോ. അതായത് ഇപ്പൊ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 6 മണിയാണ് എന്ന് വിചാരിച്ചോ. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6:04 ആയിരിക്കും. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 6:08 ആയിരിക്കും. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 6:12 ആയിരിക്കും അല്ലെ. അങ്ങനെ പല ലോങ്റ്റിറ്റ്യൂഡ്സിലും പല എന്തായിരിക്കും? സമയങ്ങളായിരിക്കും. ഇങ്ങനെ പല സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അല്ലെ? ഒരുപാട് പ്രശ്നം ഉണ്ടായിരിക്കും. ഒരു രാജ്യത്തിൽ തന്നെ പല സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. കാരണം എന്താ? ഒരുപാട് പ്രാദേശികപരമായുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ട്രെയിനിന്റെ സമയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബുദ്ധിമുട്ടുകൾ വളരെയധികം നേരിടും അല്ലെ. അപ്പൊ ഓരോ രാജ്യത്തിൽ തന്നെ ഡിഫറെന്റ് ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അനുഭവപ്പെടുന്നത് അല്ലെ. കാരണം എന്താ? ഈ ഒരു രാജ്യത്തിൽ തന്നെ ഈ ലോങ്റ്റിറ്റ്യൂഡ് പാസ് ചെയ്യുന്ന സ്ഥലങ്ങൾ 6 മണിയാണ്. അടുത്ത ലോങ്റ്റിറ്റ്യൂഡ് പാസ് ചെയ്യുന്ന സമയത്ത് 6:04 ആണ്. 72 ഡിഗ്രി പാസ് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ്? 6:08 ആണ്. 73 ഡിഗ്രി പാസ് ചെയ്യുന്ന സ്ഥലത്ത് 6:12 ആണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു രാജ്യത്തിൽ തന്നെ എന്തുണ്ട്? ഡിഫറെന്റ് ടൈംസ് വന്നു. അപ്പൊ ഇത്തരത്തിൽ ഡിഫറെന്റ് ടൈം വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു പ്രാദേശികമായുള്ള മീറ്റിങ്ങുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രെയിൻ സമയങ്ങളിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഫ്ലൈറ്റിന്റെ സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് എന്തുണ്ടായിരിക്കും? ഇപ്പൊ ടെലിവിഷൻ സംപ്രേഷണങ്ങൾ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ് എന്ത്? പല സമയങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിന്റെ
കറക്റ്റ് മധ്യത്തിൽ കൂടി പോകുന്ന ഒരു രേഖ ഉണ്ടായിരിക്കും അല്ലെ, കറക്റ്റ് മധ്യത്തിൽ കൂടി പോകുന്ന രേഖ ഉണ്ടായിരിക്കും. ആ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ആ രാജ്യത്തിന് മൊത്തം സമയം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുക. ശ്രദ്ധിച്ചോ, ഇപ്പൊ ഇവിടെ നോക്കേ 70 ഡിഗ്രി 71 ഡിഗ്രി അല്ലെ, അതായത് ഇതിന്റെ കറക്റ്റ് മധ്യത്തിൽ കൂടി പോകുന്ന രേഖ എന്ന് പറയുന്നത് എത്രയാണ്? 72 ഡിഗ്രിയാണ് അല്ലെ. കാരണം ഇവിടെ 2 ലോങ്ങിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ 2 ലോങ്ങിറ്റ്യൂഡ് ഉണ്ട്. കറക്റ്റ് മധ്യത്തിൽ കൂടി പോകുന്ന ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? 72 ആണ്. അങ്ങനെ ആവുമ്പോ ആ 72 ഡിഗ്രിയെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ മാനക രേഖാംശം എന്ന് പറയുന്നത്. The longitude that passes through the center of a country is known as standard meridian അഥവാ മാനക രേഖാംശം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു രാജ്യത്തിന്റെ കറക്റ്റ് മധ്യത്തിൽ കൂടി പോകുന്ന ആ രേഖയെ പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ മാനക രേഖാംശം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒരു രാജ്യത്തിന്റെ കറക്റ്റ് സെൻട്രൽ കൂടി പോകുന്ന ആ രേഖയെ പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ മാനക രേഖാംശം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ശ്രദ്ധിച്ചോ, നമ്മൾ പറഞ്ഞു 72 ഡിഗ്രി പാസ് ചെയ്ത് പോകുന്ന സ്ഥലത്ത് 6:08 ആയിരിക്കും സമയം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ പറഞ്ഞു അല്ലെ. നമ്മളൊരു എക്സാമ്പിൾ വെച്ചപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, 6:08 ആയിരിക്കും ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയമാണ് എന്ത് ചെയ്യുന്നത്? ഈ രാജ്യത്തിലെ മൊത്തത്തിലുള്ള സമയമായിട്ട് എന്ത് ചെയ്യുക? കണക്കാക്കുക. അതിനെ പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അതായത് ഈ the longitude that passes through the center of a country is known as standard meridian എന്ന് പറഞ്ഞു അല്ലെ. അഥവാ ഒരു രാജ്യത്തിന്റെ കറക്റ്റ് മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന ആ രേഖയെ പറയുന്ന പേരാണെന്ത്? മാനക രേഖാംശം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെ ആ രേഖാംശം കടന്നു പോകുന്ന രേഖയിലുണ്ടാവുന്ന സമയം എന്ന് പറയുന്നത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ കണ്ടത് എന്താണ്? 6:08 ആണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയമാണ് ആ രേഖയിലൂടെ കടന്നു പോകുന്ന സമയമെങ്കിൽ ആ ഓൾ ഓവർ ദി കൺട്രി, ആ രാജ്യത്തിലെ മൊത്തം സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ലോങ്ങിറ്റ്യൂഡ് പാസ് ചെയ്യുന്ന ആ സമയമായിരിക്കും എന്ത് ചെയ്യുക? ആ രാജ്യത്തിൽ മൊത്തം ഉണ്ടായിരിക്കുക. ഇതിനെ പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് മാനക രേഖാംശം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ത്യയുടെ പ്രാദേശിക സമയം നമുക്ക് കണക്കാക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ അഥവാ പൂർവ്വ രേഖാംശം മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് പൂർവ്വ രേഖാംശം വരെയുള്ള ലോങ്ങിറ്റ്യൂഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് അല്ലെ. 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെയുള്ള എല്ലാ ലോങ്ങിറ്റ്യൂഡ്സും കടന്നു പോകുന്നത് നമ്മുടെ ഇന്ത്യയിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലെ, 68 69 വരുമ്പോ എന്തുണ്ടായിരിക്കും? സമയം മാറും. 70 വരുമ്പോ സമയം വ്യത്യാസം ഉണ്ടായിരിക്കും. 71 വരുമ്പോ 72 വരുമ്പോ 73 വരുമ്പോ ഒക്കെ എന്തായിരിക്കും? സമയത്തിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത സമയം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? ആ രാജ്യത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? The longitude that passes through the center of a country is known as നമ്മൾ പറഞ്ഞെന്താണ്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് അഥവാ പൂർവ്വ രേഖാംശമാണ് എന്ത് പറയുന്നത്? ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. അതായത് 68 ഡിഗ്രി ഈസ്റ്റിനും 97 ഡിഗ്രി ഈസ്റ്റിനും ഇടയ്ക്ക്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലോങ്ങിറ്റ്യൂഡ് ആണ് എന്ത്? 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത്, പൂർവ്വ രേഖാംശം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണെന്ന് പറയുന്നത് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. ചിലപ്പോൾ 1 വേർഡിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് എഴുതണം. എന്താണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണെന്ന് പറയുന്നത് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. അപ്പോ ഇതിലൂടെ കടന്നു പോകുന്ന സമയമായിരിക്കും എന്ത് പറയുന്നത്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയാൽ ഇവിടുത്തെ സമയം 7 മണി ആയിരിക്കുമ്പോ ഇവിടുത്തെ സമയം 7 AM ആണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ഈ നമ്മുടെ രാജ്യത്തിലെ മൊത്തം സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 AM ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് എന്താ പറയുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ മാനക രേഖാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണെന്ന് പറയുന്നത് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. ഈ മാനക രേഖാംശത്തിലൂടെ കടന്നു പോകുന്ന ആ രേഖയിൽ ഉണ്ടാകുന്ന സമയമാണെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എന്ത് ചെയ്യുന്നത്? പ്രാദേശിക സമയമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്.
ഓക്കെ, അത് മനസ്സിലായി കാണുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആണ് എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ IDL അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ചോദ്യ പേപ്പറിലും കണ്ടുവരാറുള്ളൊരു സംഭവം കൂടിയാണ് ഈ ഒരു ഭാഗം, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. അതിന്റെ നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട്, അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, മനസ്സിലാകാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, വീണ്ടും ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നോക്കേ, എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത് കേട്ടോ. അതായത് നമുക്കൊരു സംഭവം തന്നിട്ടുണ്ട്, 0 ഡിഗ്രിയിലെ സമയം നമുക്ക് തന്നിട്ടുണ്ട്, ഒരു കണക്ക് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 0 ഡിഗ്രി എന്ന് പറയുന്നത് 10 AM മൺഡേ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 180 ഡിഗ്രി ഈസ്റ്റ് തന്നിട്ടുണ്ട്, 180 ഡിഗ്രി വെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു ഹവർ വെച്ചിട്ട് ഇപ്പോ 15 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും, അങ്ങനെ എന്ത് ചെയ്യാം, നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് പോലെ. അതേപോലെ തന്നെ 30 ഡിഗ്രി കാണും, അതേപോലെ തന്നെ 45 ഡിഗ്രി കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളങ്ങനെ പോവാറുള്ളത് അല്ലെ. ഇതൊക്കെ പാടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് നമ്മൾ 180 ഈസ്റ്റിൽ നമ്മൾ എത്താം അല്ലെ. 180 ഈസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 10 PM മൺഡേ ആയിരിക്കും. ഇവിടെ 10 AM മൺഡേ ആണ് നമുക്ക് 0 ഡിഗ്രി തന്നിട്ടുള്ളത്. എന്നാൽ 180 ഡിഗ്രി ഈസ്റ്റിലെ കാൽക്കുലേറ്റ് ചെയ്ത സമയമാണ്. ബോർഡിൽ ഒരുപാട് ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്, ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 180 ഡിഗ്രി ഈസ്റ്റ് സമയം എന്ന് പറയുന്നത് 10 PM തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 10 PM മൺഡേ ആയിരിക്കും. അതുപോലെ തന്നെ 180 ഡിഗ്രി വെസ്റ്റിലെ സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 PM സൺഡേ ആയിരിക്കും. ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 15 ഡിഗ്രി അതുപോലെ തന്നെ 30 ഡിഗ്രി ഒക്കെ കണ്ടു കഴിഞ്ഞു അല്ലെ, ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ ഇവിടെ എത്താം. അപ്പൊ ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി വെസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 10 PM സൺഡേ ആയിരിക്കും. 180 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 10 PM മൺഡേ ആയിരിക്കും. 0 ഡിഗ്രിയിലെ സമയം എന്ന് പറയുന്നത് 10 AM മൺഡേ ആയിരിക്കും അല്ലെ. മനസ്സിലായല്ലോ അല്ലെ. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും എന്ത് ചെയ്യാം, അടുത്ത ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ നോക്കിയേ, അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഗ്ലോബ് കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഭൂമിയുടെ ഒരു ഏകദേശ രൂപമാണെന്ത്, നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഗ്ലോബിനെ നമ്മൾ അടിച്ച് പരത്തി കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക, ചാർട്ടായിട്ട് മാറുക അല്ലെ. വേൾഡ് മാപ്പായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, വേൾഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ വേൾഡ് മാപ്പ് കണ്ടിട്ടില്ലേ. ഈ വേൾഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാ നമ്മുടെ ഗ്ലോബിനെയാണ്. ആ ഗ്ലോബ് നിവർത്തി കഴിഞ്ഞാൽ, അതായത് പരത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് നമുക്ക് എന്തായിരിക്കും, വേൾഡ് മാപ്പ് ആയിരിക്കും. ആ മാപ്പിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നതാണ് എന്ത്, ഗ്ലോബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു ചാർട്ട്, അതായത് നമ്മുടെ ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിനാണ്, നമ്മളവിടെ ഫോൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വരും, അങ്ങനെ ക്ലാസ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ഗ്ലോബിനെ നമ്മൾ പരത്തി കഴിഞ്ഞാൽ അല്ലെ, നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്, വേൾഡ് മാപ്പാണ് നമുക്ക് കിട്ടുക. ആ മാപ്പിനെ നമ്മൾ കൂട്ടുകയാണെന്നെങ്കിൽ, കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗ്ലോബ് കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഗ്ലോബിനെ നമ്മൾ പരത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാപ്പ് കിട്ടും. ആ മാപ്പിനെ നമ്മൾ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്ലോബും കിട്ടും അല്ലെ. ഒരിട്ട് ഗ്ലോബും കിട്ടും. ശ്രദ്ധിച്ചോ, ഇവിടെ 180 ഡിഗ്രി ഈസ്റ്റും അതേപോലെ തന്നെ 180 ഡിഗ്രി വെസ്റ്റും തന്നിട്ടുണ്ട് അല്ലെ. ഇതൊരു മാപ്പായിട്ട് സങ്കല്പിക്കുക. ഈ മാപ്പിനെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 180 ഡിഗ്രി ഈസ്റ്റും 180 ഡിഗ്രിയും എന്ത് ചെയ്യും, അടുത്ത് വരും. മനസ്സിലായോ? അതായത് ഇതൊരു മാപ്പാണ്, മാപ്പായിട്ട് സങ്കല്പിക്കുക. ഇതൊരു മാപ്പായിട്ട് എന്ത് ചെയ്യാം, സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞെന്താണ്, ഈ മാപ്പ് ഗ്ലോബിനെ നമ്മൾ പരത്തിയതാണെന്ന് പറയുന്നത് മാപ്പ് എന്ന് പറയുന്നത് അല്ലെ. ഈ മാപ്പിന് എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടിച്ചേർക്കണം. കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുക, ഈ 180 ഡിഗ്രി ഈസ്റ്റ് വെസ്റ്റും 180 ഡിഗ്രി ഈസ്റ്റും എന്ത് ചെയ്യും, ഒരേ സ്ഥലത്ത് വരും. നോക്കി, ഇവിടുത്തെ സമയങ്ങൾ കണ്ടോ, 180 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 10 PM മൺഡേ ആണ്. അതുപോലെ തന്നെ 180 ഡിഗ്രി വെസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 10 PM സൺഡേ ആണ് അല്ലെ. ഇങ്ങനെ രണ്ട് സമയങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും പാടെ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഈ 180 ഡിഗ്രി ഈസ്റ്റും 180 ഡിഗ്രിയും എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഒരേ സ്ഥലങ്ങളിൽ വരും. മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ചാർട്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇവിടെ 0 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 180 ഡിഗ്രി ഈസ്റ്റ് തന്നിട്ടുണ്ട്, 180 ഡിഗ്രി വെസ്റ്റ് തന്നിട്ടുണ്ട്. സൺഡേ 10 PM
മൺഡേ 10 PM നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ സെയിം സാധനം ബോർഡിൽ എഴുതിയിട്ടുള്ള അതേ സാധനം തന്നെയാണ് 0 ഡിഗ്രി 10 മൺഡേ ആണ് ഇവിടെ. 180 ഡിഗ്രി ഈസ്റ്റിലെ സമയം 10 PM മൺഡേ ആണ്. 180 ഡിഗ്രി വെസ്റ്റ് സമയം 10 PM സൺഡേ എന്നിങ്ങനെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ പറഞ്ഞു ഈ മാപ്പിനെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ മാപ്പിനെ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടിച്ചേർക്കണം. അതായത് നമ്മൾ ഗ്ലോബ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ രാജ്യങ്ങളിൽ അടുത്ത് വരും അല്ലെ, ഗ്ലോബിലെ പോലെ തന്നെ എന്ത് ചെയ്യും നമുക്ക് വരും. അപ്പൊ ഈ 180 ഡിഗ്രി പാസ് ചെയ്യുന്നത് നോക്കിയേ, ഓരോ രാജ്യങ്ങളുടെയും കറക്റ്റ് സെന്ററിലൂടെയാണ് എന്ത് ചെയ്യുക പാസ് ചെയ്യുക. അതായത് 180 ഡിഗ്രി എന്ന് പറയുന്ന ഈ രേഖ, ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത്, ഈ രണ്ട് 180 ഡിഗ്രിയും പാസ് ചെയ്യുന്നത് ഒരേ രാജ്യങ്ങളിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക പാസ് ചെയ്യുക. കണ്ടോ, ഇവിടെ 0 ഡിഗ്രി ഇവിടെ ഉണ്ട് സമയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് 180 ഡിഗ്രി എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നത് ഒരേ രാജ്യങ്ങളിലൂടെയാണ്. കണ്ടോ, ഒരു രാജ്യത്ത് രാജ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഇതും ഒരു രാജ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പിക്ചർ ആയിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ഒരേ രാജ്യങ്ങളുടെ 180 ഡിഗ്രി പാസ് ചെയ്യാണ്. ഇപ്പുറത്തുള്ള ഭാഗം ഏതാണ്, സൺഡേയും ഇപ്പുറത്തുള്ള ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും, മൺഡേയും ആയിരിക്കും. കണ്ടോ, അപ്പൊ എന്താ, ഒരു രാജ്യത്തിലൂടെ തന്നെ കടന്നു പോകുന്ന സമയത്ത് ഒരു രാജ്യത്ത് തന്നെ 2 ദിവസം അനുഭവപ്പെടുക. കണ്ടോ, ഒരു രാജ്യത്തിൽ തന്നെ, ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് തന്നെ തിങ്കളും ശനിയും ഞായറും എന്ന് പറയുന്ന ദിവസങ്ങൾ രണ്ടും ഒരേ ദിവസം തന്നെ ഉണ്ടാവുക. അതെന്താണ്, അത് ശരിയല്ലല്ലോ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായില്ലേ. കാരണം എന്താ, ഒരു രാജ്യത്തിലൂടെയാണ് 180 ഡിഗ്രി പാസ് ചെയ്തത്. ആ 180 ഡിഗ്രി പാസ് ചെയ്ത സമയത്ത് ആ രാജ്യത്തിന് അപ്പുറമുള്ള ഭാഗം എന്താണ്, സൺഡേ, ഇപ്പുറത്തുള്ള ഭാഗം എന്താണ്, മൺഡേ 10 PM. ഇവിടെ മൺഡേ 10 PM ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക്, സൺഡേ 10 PM ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു അല്ലെ. അപ്പൊ ഇത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി അല്ലെ, ഒരുപാട് മനസ്സിലായല്ലോ അല്ലെ. ഇപ്പൊ ഇത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ, ഈ 180 ഡിഗ്രി ഈസ്റ്റും 180 ഡിഗ്രി വെസ്റ്റും കൂട്ടിച്ചേർക്കുന്ന സമയത്ത്, അതായത് ഗ്ലോബിൽ അങ്ങനെയാണല്ലോ, ഗ്ലോബിൽ അങ്ങനെ കൂടുന്ന സമയത്ത് ഒരേ രാജ്യങ്ങളിൽ തന്നെ 2 ദിവസങ്ങൾ അനുഭവപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്തിനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന്? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും പറഞ്ഞില്ലേ. 180 ഡിഗ്രി രണ്ടും അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് അവിടെ വരച്ചിട്ടുണ്ട്. 180 ഡിഗ്രി എന്ന് പറയുന്ന രേഖ ഒരു രാജ്യത്തിലൂടെ തന്നെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് എന്തായിരിക്കും സൺഡേയും, ഒരു ഭാഗത്ത് തന്നെ സൺഡേയും ഒരു ഭാഗത്ത് എന്തെയും മൺഡേ അനുഭവപ്പെടുന്നത്. അതായത് ഒരു രാജ്യത്തിൽ തന്നെ 2 ദിവസം എന്ത് ചെയ്യും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. ഒരു രാജ്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 2 ദിവസം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു രാജ്യത്ത് 2 ദിവസം അനുഭവപ്പെടുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ. വളരെ നമുക്ക് തന്നെ ആലോചിച്ചറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു സ്ഥലത്ത് വേറെ ദിവസം, ഒരു സ്ഥലത്ത് വേറെ ദിവസം എന്തായിരിക്കും, അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് സൺഡേ ഒരു ഭാഗത്ത് മൺഡേ, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലൈനാണിത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ഒരു സാങ്കല്പിക രേഖയാണ് കേട്ടോ. ഇതാണെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന പേര്, ഇതിനൊരു ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിന് പറയുന്ന പേരാണ് സിഗ്സാഗ് ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സിഗ്സാഗ് ഷേപ്പ് എന്നാണ് ഈ ഷേപ്പിനെ അറിയപ്പെടുന്നത്. അഥവാ സിഗ്സാഗ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നേർരേഖയിൽ അല്ലാത്ത ഒരു അവസ്ഥ എന്നാണ് കേട്ടോ അതിന്റെ മലയാളം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാങ്കല്പിക രേഖയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയേ, അപ്പൊ അവിടെ നോക്കിയേ, ഈ സിഗ്സാഗ് ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. കണ്ടോ, ഒരു രാജ്യം, ഒരു സ്ഥലം എന്ന് പറയുന്നത് വേറെയും ഒരു രാജ്യം എന്ന് പറയുന്നത് വേറെ ആക്കിയിട്ട് വരയ്ക്കുക. ഇതാണ് സിഗ്സാഗ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ വരും, ഒന്ന് ഇവിടെ വരും അല്ലെ, ഇവിടെ വരും, ഇവിടെ വരും, അതുപോലെ തന്നെ ഇവിടെ വരും, ഇങ്ങനെ വരിക. എന്ത്, അതായത് ഈ ലൈൻ അപ്പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെ എന്തായിരിക്കും, സൺഡേ ആയിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലായോ, 180 ഡിഗ്രിന്റെ ഈസ്റ്റ് വരുന്ന അഥവാ കിഴക്ക് ഭാഗത്ത് വരുന്ന രാജ്യങ്ങളൊക്കെ എന്തായിരിക്കും, സൺഡേ ആയിരിക്കും എന്ത് ചെയ്യുക അനുഭവപ്പെടുക. സൺഡേ ആയിരിക്കും എന്ത് ചെയ്യുക അവരുടെ സമയമായിട്ട് എന്ത് ചെയ്യുക അവർ കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പുറത്ത് വരുന്ന ഭാഗം, അതായത് പടിഞ്ഞാറ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും, മൺഡേ ആയിട്ടും എന്ത് ചെയ്യും കണക്കാക്കും. മനസ്സിലായോ, അതായത് ഈ രാജ്യങ്ങളൊക്കെ എന്തായിരിക്കും മൺഡേ ആയിരിക്കും എന്ത് ചെയ്യുക
അവര് മൺഡേ ആയിട്ടാണ് എന്ത് ചെയ്യുക അവര് കണക്കാക്കുക. ഇത്തരത്തിലുള്ള സാങ്കല്പിക രേഖയെ പറയുന്ന പേരാണെന്ത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇവിടെ നിന്ന് ഒരാള് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരാള് ഈ ഭാഗങ്ങളിലൊക്കെ കടലാണ് വരുന്നത് കേട്ടോ. അവിടെ ദ്വീപുകളും ദ്വീപ സമൂഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരാള് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ ഇങ്ങോട്ട് വരുമ്പോ എന്തായിരിക്കും ഈ ഭാഗത്ത് എന്തായിരിക്കും അയാൾക്ക് ആ വ്യക്തിക്ക് എന്തായിരിക്കും തിങ്കളാഴ്ച ആയിരിക്കും അല്ലെ, തിങ്കളാഴ്ച ആയിരിക്കും. അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് എന്ത് ചെയ്യും കൂടും ആ വ്യക്തിക്ക്. ഇവിടെ സൺഡേ ആണ് അല്ലെ, അപ്പൊ സൺഡേ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും ആ വ്യക്തിക്ക് ഒരു ദിവസം കൂടുകയാണ് ചെയ്യാം. ഇതിനൊക്കെ ഇവിടെ നിന്ന് നിൽക്കുന്ന വ്യക്തി അതായത് ഈ ഭാഗത്ത് ദ്വീപ സമൂഹത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും ഒരു ദിവസം കുറയുകയുമാണ് എന്ത് ചെയ്യുക. അതായത് മൺഡേയിൽ നിന്ന് എന്ത് ചെയ്യും സൺഡേയിലേക്കാണ് എന്ത് ചെയ്തത് പോന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സാങ്കല്പിക രേഖയെ പറയുന്ന പേരാണെന്ത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ഒന്നും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗം തന്നെയാണ്. ഡൗട്ട്സ് എന്തായാലും ഉണ്ടായിരിക്കും, അത് എന്നോട് നേരിട്ട് ചോദിക്കുക തന്നെ വേണം. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോ ഗ്രൂപ്പിലോ എന്ത് ചെയ്യണം ചോദിക്കണം കേട്ടോ. അപ്പൊ ഇതോടുകൂടി എന്ത് ചെയ്തു നമ്മുടെ ഈ ഭാഗം നമ്മളെ ഫസ്റ്റത്തെ സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഈ ഭാഗം തന്നെ എന്ത് ചെയ്തു നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പൊ ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എന്തായാലും നല്ല ഡൗട്ട് വരും. എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചെറിയ ഡൗട്ട് എന്തായാലും വരും. അപ്പോൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം സംശയങ്ങൾ എന്ത് ചെയ്യാം നേരിട്ട് ചോദിക്കുക, മനസ്സിലാക്കുക കേട്ടോ. ഈ നമുക്ക് ഒരുപാട് ലെങ്തി ആക്കാൻ പറ്റില്ല വീഡിയോ. ഇനി വലിയ ചെറിയ സംശയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലാത്ത സംശയങ്ങളൊക്കെ എന്ത് ചെയ്യാം നേരിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇനി ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാം നമുക്ക് എന്ത് ചെയ്യണം കണ്ടക്ട് ചെയ്യണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരുപാട് പ്രിന്റഡ് നോട്ട്സും മെറ്റീരിയൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും പഠിക്കുക. എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാ സബ്ജക്റ്റിന്റെയും ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാം ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒബ്ജക്റ്റീവോ അല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ എക്സാമോ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. ഇപ്പൊ ഇന്നലെ ഒരു കുട്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു റിട്ടേൺ എക്സാം ആക്കി കഴിഞ്ഞാൽ കോപ്പി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ അവര് പറഞ്ഞു കോപ്പി ഉണ്ടാവുമെന്ന് പറഞ്ഞു. കോപ്പി അടിക്കുന്നു മെസ്സേജ് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കോപ്പി അടിക്കും ഉറപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കോപ്പി ഉണ്ടായിരിക്കും. അപ്പൊ കോപ്പി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് ഇരുന്ന് എക്സാം എഴുതണം. കാരണം നമ്മൾ എക്സാം ഹാളിൽ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ എക്സാം ഹാളിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് മാത്രം എന്ത് ചെയ്യാം എക്സാമിനെ കണക്കാക്കുക. അല്ലാതെ ഇതിൽ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടലല്ല. നമ്മൾ എന്താണ് SSLCക്കാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ, അല്ലാതെ ഓണ എക്സാം പോലുള്ള എക്സാമുകൾക്കൊക്കെ കുറെ മാർക്ക് കിട്ടിയിട്ടല്ല. അത് എന്താണ് അതൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തിന് SSLC എക്സാം പോലുള്ള എക്സാമുകൾക്ക് എന്താണ് അതൊരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക മാറ്റിയിട്ട് വെക്കുക. മാർക്ക് കുറഞ്ഞതിൽ സങ്കടപ്പെടല്ല വേണ്ടത്. എന്ത് ചെയ്യുക അതെല്ലാവരും കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.